സംബന്ധിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഈ പുരസ്കാരം കൊടുത്തു എന്നുള്ളതിനെക്കുറിച്ച് വളരെയധികമായിരുന്നു. കുമ്പകോട് ചന്ദ്രശേഖരൻ നായർ എൻ്റെ പിതാവ് മലയാള ഭാഷയ്ക്ക് നൽകിയ ചില സംഭാവനകളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം 6 പ്രസിദ്ധീകരണം കവിതാ സമാഹാരം അരവിന്ദോ മഹർഷിയുടെ സാവിത്രി എന്ന ആ കവിയത്തിന് വിവർത്തനം ഇവ സമ്മാനിച്ചുകൊണ്ടാണ് 2008 ദേഹവിയോഗം സംഭവിച്ചിട്ടുള്ളത്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കലാലയ തലത്തിൽ മലയാള ചെറുകഥകളും കവിതകളും സ്വീകരിച്ചുകൊണ്ട് അതിന് ഒരു അവാർഡ് കൊടുക്കുന്ന ഒരു യോഗം ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ജീവിക്കുമ്പോൾ തന്നെ രാധാകൃഷ്ണ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ആയ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വെച്ച് വർഷം തോറും ഞങ്ങൾ അവാർഡുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൊറോണ വന്നതിന് ശേഷം അത് നിലച്ചു പോവുകയും പിന്നീട് മലയാള ഭാഷയിലുള്ള വിദ്യാർത്ഥികളെ ഇല്ലാതെ ചെയ്യുന്നതുകൊണ്ട് അടുത്ത കാലത്ത് അക്ഷരശക്തി എന്നൊരു മലയാള പരിപാടി ഞങ്ങൾ അവിടെ വെച്ച് സംഘടിപ്പിക്കുകയും ആ യോഗത്തിൽ ഒരു തീരുമാനം ചന്ദ്രപ്രഭ എന്നൊരു അവാർഡ് തമിഴ് സാഹിത്യകാരന്മാർക്ക് കേരളത്തിൽ നിന്നുള്ള മലയാള സാഹിത്യകാരന്മാർക്ക് വർഷം തോറും ഓരോ പുരസ്കാരം തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട ആദരണീയനായ പുലവ രവീന്ദ്രൻ സാറിനെ ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചത്. അതിനുണ്ടായ പശ്ചാത്തലം ഈ സാഹിത്യവേദിയിൽ ഏതാണ്ട് ഒരു വർഷത്തോളമായി എല്ലാ പരിപാടികൾക്കും മുടക്കാൻ വരുന്ന വ്യക്തിയാണ് ഞാൻ. ഒരു ദിവസം ഞാൻ ഇവിടെ സന്നിഹിതനായിരിക്കുമ്പോൾ പുലവ രവീന്ദ്രൻ സാർ ഒരു പ്രസംഗം കേൾക്കുവാനുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു പ്രശ്നമായിരുന്നില്ല, അതൊരു പ്രഭാഷണമായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ പാതാളങ്ങളിൽ തൊട്ടു നമസ്കരിച്ച് ഞാൻ പോകുകയും. ഈ വിവരം ഞങ്ങളുടെ എൻഡോമെൻ്റ് മറ്റംഗങ്ങളായ ഡോക്ടർ CK മോഹൻ, എൻ്റെ മക്കളായ ഡോക്ടർ ഷബീഷ്, ഡോക്ടർ ഷബീൻ എന്നിവരോട് പറയുകയും അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ഒന്ന് ആദരിക്കുന്ന ഒരു ചടങ്ങ് എവിടെയെങ്കിലും സംഘടിപ്പിക്കണമെന്ന് പറയുകയും ചെയ്തു. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ പുരസ്കാരം വളരെ സന്തോഷത്തോടുകൂടി അർഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ മുന്നിൽ നാമശിരസ്കനായി നിന്നുകൊണ്ട് ഞാൻ ഈ പുരസ്കാരം അദ്ദേഹത്തിന് നൽകിയത്. ഇത് എല്ലാ വർഷവും ഞങ്ങളുടെ സ്ഥാപനമായ രാധാകൃഷ്ണ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ വെച്ച് ചന്ദ്രപ്രഭ എന്നുള്ള പേരിലായിരിക്കും ഈ വാർഡ് തമിഴിൽ ഒരു വർഷം തമിഴിലുള്ള ഏറ്റവും നല്ല കവിക്കും, അടുത്ത വർഷം മലയാളത്തിലുള്ള കേരളത്തിലുള്ള അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് തന്നെയുള്ള കവികൾക്ക് എല്ലാം കൊടുക്കുന്നതായി തീരുമാനിച്ചിട്ടും അറിയിച്ചുകൊണ്ട് എൻ്റെ 2 വാക്കുകൾ ശ്രമിച്ചപ്പോൾ എല്ലാ പേരോടും എൻ്റെ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഞാൻ നന്ദി നമസ്കാരം.